ഹേ ഗായ്സ്, ഇന്ന് എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. വേദ് സ്കൂളിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചു, അടിച്ചു വാരി തുടച്ചപ്പോഴത്തേനും രണ്ടുപേരും എണീച്ച് വന്നു ഗൈസ്. അപ്പോൾ വേഗം നീതുവിനെ പോയി ഫീഡ് ചെയ്ത് രണ്ടുപേരോട് അവിടെ കിടന്നുറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഉറങ്ങിയവർ. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങൾ കഴുകി മീറ്റൊന്ന് വെള്ളത്തിലിട്ടു. അച്ഛന് ഒരു ഗ്ലാസ് കട്ടൻ കൊടുത്തു. അത് കഴിഞ്ഞ് വേഗം വേദുവിൻ്റെ സ്നാക്ക് ബോക്സ് റെഡി ആക്കിയപ്പോൾ ഇതേ വന്ന് നോക്കുമ്പോൾ ഇവന്മാർ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ വേഗം വെള്ളവും സ്നാക്ക് ബോക്സൊക്കെ അവൻ്റെ ബാഗിലാക്കി. എന്നിട്ട് ഞാൻ വിചാരിച്ചു പുതപ്പൊക്കെ ഒന്ന് മടക്കി ഇവന്മാരെ എണീപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ പുതപ്പൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ. ഇക്കച്ചി ഇല്ല. ഇക്കച്ചി ഫസ്റ്റ് ഡേ മിസ്ഡാക്കി. കാരണം ജോലിയായിട്ട് പുറത്ത് പോയിക്കാണ്. അപ്പോൾ ഇതേ എൻ്റെ രാത്രി ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഹാങ്ങറിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ മഴയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രസ്സുകൾ നമ്മൾ അലക്കിയത് കസേരയിലൊക്കെ ഇട്ടത് അതൊക്കെ മാറ്റി. പിന്നെ അത് വേദുവിൻ്റെ യൂണിഫോം എടുത്ത് വെച്ചു, ടർക്കിയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ വേദുവിനെ എണീക്കാൻ പറയുകയാണ്. വേദു എനിക്ക് സ്കൂളിൽ പോകേണ്ട. ഭയങ്കര എക്സൈറ്റഡ് ആണ് അവന്. എങ്ങനെയും സ്കൂളിൽ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോയാൽ മതി അവന്. അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണോ തലേ ദിവസം തന്നെ. അപ്പോൾ അതേ എണീച്ചു. വലിയ വാശിയും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ എണീക്കാനായിട്ടപ്പോൾ സ്കൂളിൽ പോകണ്ടേ അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എണീക്കണേ. വേദു അപ്പോഴും എണീച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വേദു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അവനൊരു സ്റ്റോറി ഓഫർ ചെയ്തു. അപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ അവൻ ഭയങ്കര ഓക്കെ ആവും. ഇപ്പോൾ അവന് മെയിനായിട്ട് സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞതും ഞാൻ വേഗം അവനെയും രണ്ടുപേരെയും കുളിപ്പിച്ചെടുത്ത് വേഗം പോയി പൂജാ റൂമിൽ പോയിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതും ഞാൻ വേഗം കഞ്ഞി ഒഴിച്ചിട്ട് വേഗം ഞാൻ കുളിച്ച് ജസ്റ്റ് ഫ്രഷായി വേഗം പോയിട്ട് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ കെട്ടി എൻ്റെ ചെയിനും ബ്രേസ്ലെറ്റും അങ്ങനെ കുറച്ച് എൻ്റെ ആക്സസറീസൊക്കെ ഞാൻ എടുത്തിട്ട് കുറച്ച് പൗഡർ മാത്രം ഫെയർ ആൻഡ് ലവ്ലിയുടെ എനിക്ക് സമയം കിട്ടിയില്ല ഗൈസ്. വെറുതെ ആ ഐബ്രോ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു കുഞ്ഞു പൊട്ടും വെച്ചിട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ഇതാക്കി. അപ്പോഴത്തേനും കഞ്ഞിയൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു. നേതുവിനും ഒരുമിച്ചാണ് ഇപ്പോൾ രണ്ടുപേർക്കും കഞ്ഞി കൊടുക്കണേ. അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫേസൊക്കെ ഒന്ന് നോക്കുമ്പോഴേക്കും ആ ചെറുത് വന്നിട്ട് കഞ്ഞി എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ അതേ ആ കഞ്ഞി കൊടുത്ത് വേഗം വേദുവിന് ബ്രഷ് ചെയ്യിപ്പിച്ചു. കഞ്ഞി കൊടുത്തതിന് ശേഷം ഞാൻ എണീച്ച വശം വെള്ളമൊക്കെ കൊടുക്കും. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഞാൻ ബ്രഷ് ചെയ്യിപ്പിക്കാറ്. അപ്പോൾ ഫ്രഷ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതേ അവനെ വേഗം യൂണിഫോമൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ എനിക്കൊരു കിസ്സിയൊക്കെ തന്നു ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് വേഗം അവൻ്റെ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്തു, ക്രീമൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്നും അവന് ഇഷ്ടമല്ല ഹെയർ കോംബ് ചെയ്യുന്നത്, എന്നാലും അവനൊന്ന് തന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഹറി പറയായിരുന്നു. ഞങ്ങൾ വേഗം ഇറങ്ങി അവനെ സ്കൂളിലാക്കിയതിന് ശേഷം എനിക്കൊരു കുട്ടി പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്